ഈശോയിലെ ഏറ്റവും പ്രിയപ്പെട്ടവരെ, നാഹൂം പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം 7-ാം വചനം ഇങ്ങനെ വായിക്കുകയാണ്. കർത്താവ് നല്ലവനും കഷ്ടതയുടെ നാളിൽ അഭയദുർഗവുമാണ്. തന്നിൽ ആശ്രയിക്കുന്നവരെ അവിടുന്ന് അറിയുന്നു. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ വലിയൊരു സ്വഭാവത്തെക്കുറിച്ച് നാഹൂം പ്രവാചകൻ നമ്മളോട് പറഞ്ഞു വെക്കുന്നത് ഇങ്ങനെയാണ്: കർത്താവ് നല്ലവനാണ്, കഷ്ടതയുടെ നാളിൽ അഭയദുർഗമാണ്, തന്നിൽ ആശ്രയിക്കുന്നവരെ അവിടുന്ന് അറിയുന്നു. ഈ നാളുകളിൽ ദൈവം ഓരോ വ്യക്തി ജീവിതങ്ങളിൽ ഇടപെടുന്ന ചില വ്യക്തിപരമായ അനുഭവങ്ങൾ കേൾക്കാനിടയായി. കർത്താവ് കൈവിടുന്നില്ലെന്ന് അവർ ഉറപ്പിച്ചുറപ്പിച്ച് പറയുകയാണ്. അതായത് ദൈവം നമ്മുടെ ജീവിതത്തിന്റെ ഓരോ മൊമെന്റുകളിലേക്ക് ഇറങ്ങി വന്ന് നമ്മുടെ ജീവിതങ്ങളെ ചേർത്ത് പിടിക്കുന്ന ഒരു കൃപയുടെ തലമുണ്ട്. അത് ആരോടും തുല്യം ചെയ്യാൻ പറ്റുന്നതല്ല. അപ്പോൾ നമുക്ക് ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കുമ്പോൾ ഈശോയെ, അങ്ങ് എൻ്റെ ജീവിതത്തിലേക്ക് വ്യക്തിപരമായി ഇറങ്ങി വരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എൻ്റെ ജീവിതത്തോട് അവിടുന്ന് വ്യക്തിപരമായി സമീപിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് കുവൈറ്റ് അഹമ്മദി പള്ളിയിലെ നൈറ്റ് വിജിലാണ്. പ്രാർത്ഥന ചോദിക്കുകയാണ്. കർത്താവ് നമ്മുടെ ജീവിതത്തിൽ വലിയ ഇടപെടലുകൾ, നിസ്സഹായര്, അശരണരായ നമുക്ക് ഈശോ അഭയമായിട്ടുണ്ട്. അത് പറയുക മാത്രമല്ല, അത് അനുഭവിക്കാനായിട്ട് നമുക്ക് പറ്റണം. ഓരോ വ്യക്തികൾ ദൈവം ജീവിതത്തിലൂടെ ഇടപെട്ട് മുന്നേ കൂട്ടിക്കണ്ട് അനുഗ്രഹിച്ച് ഏറ്റെടുത്ത ജീവിതങ്ങളെക്കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ ഈശോയ്ക്ക് ഒരുപാട് നന്ദി പറയാനല്ലാതെ മറ്റൊന്നും നമ്മുടെ ദൈവം